ഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ ഒരു കപ്പ് അളവിന് തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ഇനി വേണ്ടത് ഒരു 3/4 കപ്പ് ഉഴുന്നാണ്. അതേ കപ്പിൽ തന്നെയാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ നെല്ലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു 5 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 5 മണിക്കൂർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് കൂടെയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതിൻ്റെ പകുതി ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇതിനെ ഒന്ന് അരച്ചെടുക്കുന്നത്. ഞാനിതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് സെപ്പറേറ്റ് അടിച്ചെടുത്തതിന് ശേഷം അരിയും ചോറും കൂടെയും അടിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു അളവിൽ തന്നെ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാടായി പോകരുത്. നമ്മൾ ഇട്ടിരിക്കുന്ന അരിയുടെ താഴ്ന്ന് നിൽക്കണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്കും. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ലെവലിനാണ് നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുക്കുന്ന നേരത്ത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ചെറിയൊരു തരിയൊക്കെ വേണം ഇതിൽ. എന്നാൽ മാത്രമേ നമ്മൾ ദോശയ്ക്കായാലും ഇഡലിക്കായാലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ല പൊന്തി വരണമെങ്കിൽ ആ ഒരു തരിയും കൂടെ വേണം. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന നേരത്ത് ഒരുപാടായി പോകരുത്. അപ്പോൾ ഇത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അത് ഞാൻ ഇതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ തരിയൊക്കെ ഉണ്ട്. ഈ ഒരു തരി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ് പഞ്ഞി പോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതും ഞാൻ ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ആട്ടി വയ്ക്കുന്നത്. ഇനി നമുക്കിത് കാലത്ത് ആകുമ്പോഴേക്കും ചുട്ടെടുക്കാൻ പാകത്തിനായിക്കോളും. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുവിയാണ് ഈ മാവിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കാലത്തായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചുകൂടെ മാവ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് കുറച്ച് മാവ് ഇതുപോലെ കോരി എടുക്കുകയാണ്. ദോശയ്ക്കായിട്ടാണ് ഞാൻ ഫസ്റ്റ് മാവ് എടുക്കുന്നത്. ഇനി നമുക്ക് മാവെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോ സ്പൂൺ മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഞാനൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയാണ് ചുട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സാധാ ദോശയാണ് വേണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമുക്ക് തട്ട് ദോശയൊക്കെ ചുടുന്ന ആ ഒരു വലുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇഡലിക്കും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുകയാണ്.
നെയ്യൊക്കെ കുടഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഒന്ന് മൊരിച്ചെടുക്കുന്നത്. എൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യ് കുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും തിരിച്ചൊന്നിട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഒന്നും കൂടി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ